പ്രിയ കർത്താവിൻ്റെ മക്കളെ, നിങ്ങൾക്ക് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ അഭിവാദനങ്ങളും വന്ദനങ്ങളും അറിയിച്ചു കൊള്ളുന്നു. നമ്മെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മെ മാത്രമല്ല മുഴു ലോകത്തിനും ഈ കഴിഞ്ഞ 25-ാം തീയതി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അമേരിക്കയുടെ 47-ാമത്തെ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു. സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗികനും മഹാനുമായിരുന്ന ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാമാണ് പ്രാർത്ഥനയിൽ ആ സംരംഭം ആശീർവദിച്ചത് എന്നുള്ളത് ഉരുളിക്ക് ഉപ്പേരി പോലെ നന്നായിരിക്കുന്നുവെന്ന് എനിക്കും തോന്നി. അദ്ദേഹത്തിൻ്റെ ലോകത്തോടുള്ള വാഗ്ദാനങ്ങൾ, ദൈവത്തോട് ആ ജനത്തെ, ലോക ജനതയെ തന്നെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ട്രംപിൻ്റെ പ്രസംഗം സ്മരണീയമാണ്. എങ്കിലും യേശുവിൻ്റെ കൽപ്പനകളോട് പരിപൂർണമായ പറ്റിച്ചേരലുണ്ടാകും, വിശേഷിച്ച് ലൈംഗിക കാര്യത്തിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് കേൾക്കുവാൻ കഴിഞ്ഞില്ല. അമേരിക്കയിൽ പാപം കുന്നുകൂടുകയാണ് എന്നുള്ളതിൽ സംശയമില്ല. ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരിക്കൽ പറയുകയുണ്ടായി, അമേരിക്കയോട് ദൈവം പ്രതികാരം ചെയ്തില്ല എങ്കിൽ സോദോം ഗൊമോറയുടെ കാര്യത്തിൽ ഒരു പുനരാലോചനയുണ്ടാകണം, അല്ലെങ്കിൽ അതിനോട് മാപ്പ് പറയണമെന്ന്. വളരെ മനോഹരമായിരിക്കുന്ന ആ പ്രഖ്യാപനം അന്ന് ലോകം മുഴുവനും കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ കടന്നു വന്ന് യോഗം പ്രാർത്ഥിച്ച് അനുഗ്രഹപൂർണമാക്കിയത് നാം കേട്ടു. പ്രിയപ്പെട്ടവരെ, അമേരിക്കയും അമേരിക്കയുടെ മാനസപുത്രിയായ അല്ലെങ്കിൽ 51-ാമത്തെ ഒരു സംസ്ഥാനമായ ഇസ്രായേലും ലോക ശ്രദ്ധയെ എക്കാലത്തും ആകർഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചും ഒരു കാര്യം പ്രസ്താവ്യമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ അവർ കിട്ടമായി തീർന്നിരിക്കുന്നുവെന്ന് പ്രവാചകനായ പലരും, യെശയ്യാവും യിരെമ്യാവും ഒക്കെ പറയുന്നുണ്ട്. അവർ കിട്ടമായി തീർന്നു. വെള്ളിയുടെയും ഈയത്തിൻ്റെയും കാര്യത്തിൻ്റെയും കിട്ടമായി ദൈവത്തിൻ്റെ മുൻപാകെ വലിയൊരു ശുദ്ധീകരണത്തിന് ഭൂമിയുടെ മധ്യഭാഗത്ത് അവരെ കൂട്ടിച്ചേർത്ത് ദൈവം തീ കൊടുക്കുന്ന ഒരു കാലഘട്ടം വരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അമേരിക്ക ഇന്ന് ഇസ്രായേലിനെ വളരെയധികം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ജനം അമേരിക്കയെ ആശ്രയിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ആ മാന്യ അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങളിലും അമേരിക്കയോടുള്ള പറ്റുമാനം ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നടക്കട്ടെ. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ദൈവം അവരെക്കുറിച്ച് ഉച്ചൈസ്വരം പറഞ്ഞിട്ടുള്ള മുന്നറിയിപ്പ്. നീ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. അമേരിക്കയുടെ പ്രഭുത്വം, അമേരിക്കയുടെ സമൃദ്ധി, സമ്പത്ത് എല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ പ്രിയരെ, ഇതിൻ്റെയൊക്കെ നിയന്ത്രിതാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. തൻ്റെ ജനമായ ഇസ്രായേലിനെ കുറിച്ചുള്ള എല്ലാ കാര്യപരിപാടികളും തിരുവെഴുത്തുകളിൽ മുന്നമേ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറി അവരെ സഹായിക്കുവാനോ അവരെ എതിർക്കുവാനോ അപ്പോൾ തന്നെ ഇസ്രായേലിന് അപഥസഞ്ചാരം ചെയ്യുവാനോ ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും വിട്ടോടുവാനോ സാധ്യമല്ല. കാരണം അതവരുടെ അനുഭവമാണ്. വിട്ടോടിയപ്പോൾ ദൈവം അവരെ തകർത്തു. വീണ്ടും അടികൊണ്ട് ഇസ്രായേൽ ജനം മടങ്ങി വരികയായിരുന്നു.
1948 ഒടുവിലായി അവർക്കൊരു രാഷ്ട്രം ലഭിച്ചു. അതുകൊണ്ടായില്ല. ദൈവത്തിനവരുടെ ജനത്തെക്കുറിച്ച്, തൻ്റെ സ്വന്തമായ ജനമായ ഇസ്രായേലിനെ കുറിച്ചൊരു കാര്യപരിപാടികളുണ്ട്. ദൈവം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്വന്തം കൈകളാൽ രാജ്യം വിഭാഗിച്ചു കൊടുത്തത്. ദാൻ മുതൽ ബെർശേബ വരെയുള്ള സ്ഥലങ്ങൾ അവർക്ക് ദൈവം കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒരു വിശാല ഇസ്രായേൽ എന്നുള്ള ആഗ്രഹം ആ ജനതയുടെ മുൻപിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ദാൻ മുതൽ ബെർശേബ എന്ന് പറയുമ്പോൾ അതിൽ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇപ്പോൾ അവരുടെ കയ്യിൽ വന്നു. ലെബനൻ, സിറിയ, ഇസ്രായേൽ, ഈജിപ്തിൻ്റെ സ്ഥലങ്ങളും ഇനി അവർ കുറേ ചോദിച്ചു വാങ്ങും. അതിനോടൊപ്പം അമേരിക്കയും പല സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പനാമ കടലിലൊക്കെ അവർ വീണ്ടെടുക്കും. ലോകത്തിൽ ദൈവം ഒരു യഥാസ്ഥാനം നടത്തുന്ന കാലഘട്ടമാണെങ്കിലും ഉടനെ തന്നെ ഇസ്രായേൽ ജനത്തിന് ഒരു രാജ്യം സ്ഥാപിച്ച് കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും സ്വർഗം എടുത്തിട്ടുള്ളതായി കാണുന്നില്ല. നമ്മളെല്ലാവരും അവിടെയും ഇവിടെയും നടന്നുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്, ദാ വരുന്നു ഇസ്രായേൽ, ദാ വരുന്നു കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു വരട്ടെ, വന്നു കഴിഞ്ഞിട്ടേ ഇതൊക്കെ നടക്കുകയുള്ളൂ പ്രിയരെ. അതിനു മുൻപ് നടക്കേണ്ടത് ഇസ്രായേലിൻ്റെ ശുദ്ധീകരണമാണെന്ന് ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വള്ളിയോ പുള്ളിയോ ഒരിക്കലും വ്യത്യസ്തമായി ഭവിക്കുകയില്ല. ദൈവത്തിൻ്റെ മുൻപാകെ നാം എങ്ങനെയിരിക്കുന്നു? അമേരിക്ക ദൈവത്തിൻ്റെ മുൻപാകെ എങ്ങനെയിരിക്കുന്നു? ഇസ്രായേൽ ദൈവത്തിൻ്റെ മുൻപാകെ എങ്ങനെയിരിക്കുന്നു? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. സമ്പത്തും സമൃദ്ധിയും എല്ലാ ഉന്നതിയും എല്ലാ വികാസങ്ങളും നമുക്ക് നൽകുന്നത് ദൈവമാണെന്നുള്ളതിൽ സംശയമില്ല. എങ്കിലും നാം അവൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് അവൻ്റെ പാതയിൽ നടക്കുന്ന സ്വഭാവം നമുക്കില്ല എങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് കാലവിളംബമുണ്ടാകും സംഭവിക്കുവാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇസ്രായേൽ മടങ്ങി വരേണ്ടവരാണ്. ഇനിയും ധാരാളം ജനങ്ങൾ അങ്ങോട്ട് വരാനുണ്ട്. പൂർണ്ണമായി ഇസ്രായേലെല്ലാം വന്ന് തീർന്നിട്ടില്ല. ഈ കഴിഞ്ഞിടയിൽ കേരളത്തിൽ നിന്ന് പോയ ഒരു യഹൂദ കുടുംബം കേരളത്തിൽ വന്നു എന്ന് കാണുവാൻ എനിക്ക് ഇടയായി. അവരുടെ ഹൃദയത്തിലെ സന്തോഷം. എന്നാൽ അവരുടെ ഇടയിലും കിടമത്സരങ്ങളും ജാതി വ്യവസ്ഥകളും കറുപ്പും വെളുപ്പും നോട്ടവും ഉണ്ട്. എന്നാൽ ട്രംപിൻ്റെ പ്രസ്താവന കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും കുലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പരിഗണന ആർക്കും ഇനി അമേരിക്കയിൽ ലഭിക്കുകയില്ല. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവം, ദുർസ്വഭാവം ലോകത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുവാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും ട്രംപ് പ്രസ്താവിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞു മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം. ഇന്ന് ലോകത്തിൽ എവിടെ ചെന്നാലും മെറിറ്റിന് യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു ലോകമാണ്. ദൈവമാണ് ജ്ഞാനവും മെറിറ്റും ഒരു മനുഷ്യന് കൊടുക്കുന്നത്. അത് ഏറ്റവും പ്രകടമായി കാണുന്നത് നമ്മുടെ സഭാമണ്ഡലങ്ങളിലാണ്. ട്രംപിൻ്റെ ഭരണത്തോടുകൂടി അത്തരം കുത്തിത്തിരിപ്പും അത്തരത്തിലുള്ള വിലപേശലും തെരഞ്ഞെടുപ്പും ഒക്കെ മാറണം. ദൈവത്തിൻ്റെ കൃപയുള്ളവർക്കല്ലാതെ അതാത് സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ സാധ്യമല്ല പ്രിയരെ. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, നമുക്കറിയാം, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, വെളിപ്പാടുകാർ, അറിയാലോ, ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ദൈവം നിയമിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നടക്കുന്നത് ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല. ദൈവം ഓരോരുത്തർക്ക് പങ്കിട്ട കൃപയുടെ ആ നിലവാരത്തിലല്ല മനുഷ്യൻ തിരഞ്ഞെടുക്കപ്പെട്ടത്, പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇലക്ഷൻ, വോട്ടുപിടുത്തമാണ്. ഈ കാലങ്ങളിൽ നടക്കുന്ന നമ്മുടെ പൊതു കൺവെൻഷനുകളുടെ എല്ലാം മുഖ്യ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത സ്ഥാനമുറപ്പിക്കുക, അതിന് ശിങ്കിടികളെ കാശ് കൊടുത്ത് കൂലിക്ക് വാങ്ങുക. തുമ്പുകെട്ട ഇടയന്മാരുടെ സ്വഭാവം അതാണ്. സ്ഥാനമാന കൂടെ അഴിഞ്ഞു മാറണം. ട്രംപിൻ്റെ ഭരണത്തിൽ അവിടെ നടക്കുന്ന എല്ലാ അർത്ഥരഹിതമായ കാര്യങ്ങളും അത്യാത്മമണ്ഡലത്തിൽ മാറുന്നതോടുകൂടി
നമ്മുടെ രാജ്യത്തു നിന്നത് മാറണം. സഭകൾ പരിശുദ്ധാത്മാവിൽ ഒന്നിക്കേണ്ട കാലമാണിത്. ദൈവകൃപയില്ലാത്ത ആളുകൾ സ്ഥാനമാനങ്ങൾ വഹിച്ചാൽ, അയ്യോ, നീലക്കുറുക്കൻ്റെ കാര്യം പറഞ്ഞതുപോലെ പണ്ടൊരു നീലക്കുറുക്കൻ നീലച്ചായത്തിൽ വീണു. കാട്ടിലെ മൃഗങ്ങളെല്ലാവരും കൂടി അതിനെ രാജാവാക്കി. പക്ഷേ തക്ക സമയമായപ്പോൾ നീലക്കുറുക്കൻ കൂകിയതുപോലെ പാപം ഇന്ന് മനുഷ്യനെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. എവിടെയും പാപം. പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് വായിക്കുമ്പോൾ മരണത്തെ ചുമന്നുകൊണ്ടാണ് മനുഷ്യൻ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നത്. ഏറ്റവും വലിയ പാപം എന്താണെന്ന് ഞാൻ ഈയിടങ്ങളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്, അഡൾട്ടറി ഈസ് സിൻ. വ്യഭിചാരം, സെക്സ്, കാമം, ഇതൊക്കെയും സാത്താന്യ ഉൽപ്പന്നങ്ങളാണെന്ന് 100 വട്ടം ഞാൻ തെളിയിച്ചു. എന്നാൽ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഭരിക്കുമ്പോൾ മാത്രമേ വ്യഭിചാരമെന്ന പാപത്തിന് പൂർണ്ണമായൊരു കൂച്ചുവിലങ്ങ് വീഴുകയുള്ളൂ. അതുവരെയും ലോകം പടുത്തുയർത്തുവാൻ ഒരു ക്രിസ്തീയ കുടുംബ സംവിധാനം മുഴു ലോകത്തിൽ ഉണ്ടാകുവാൻ യേശു പറഞ്ഞതുപോലെ ഒരുത്തന് ഒരു ഭാര്യയും ഒരുത്തിക്ക് ഒരു ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ആ വ്യവസ്ഥ ട്രംപിൻ്റെ ഭരണകാലത്തെങ്കിലും ലോകം മുഴുവനും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ അതിനുവേണ്ടി യേശു തന്നെ വരേണ്ടിയിരിക്കുന്നു. ആ പാപം അത്ര കഠിനമാണ്. അതുകൊണ്ട് പണ്ടൊരു മിഷണറി പാടിയതാണ്, പാപി നിൻ വഴികളെ ചിന്തിക്ക, നിന്റെ പാപം എത്ര ഘനമായാലും കർത്തൻ ക്ഷമിച്ചിടും. പ്രിയരെ, കർത്താവിൻ്റെ വരവെടുത്തു. ഇസ്രായേൽ ജനത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ ദേവാലയത്തിൻ്റെ പണി നടത്തുവാൻ തിരക്ക് കൂട്ടുകയാണ്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം അവരെ ഉയർത്തിക്കഴിഞ്ഞു. ഇതാമാർ ബെൻ-ഗൂറിയോൻ ഡോം ഓഫ് ദി റോക്കിൽ ആ പ്രസന്നസങ്കരമായ സ്ഥലത്ത് ടെമ്പിൾ മൗണ്ട് ഏരിയയിൽ പോയി പ്രാർത്ഥിച്ചു. ലോകം മുഴുവനും കേട്ടു. അറബി നാടുകളും ഞെട്ടി. അവരെന്ത് വില കൊടുത്തതും പണിയും. എന്നാൽ അത് ഉടനെ പണിയുമെന്ന് പറയുവാൻ ബൈബിൾ അനുവദിക്കുന്നില്ല. കാരണം അവരുടെ തൽമൂദുകളിലും അവരുടെ പ്രവചന ഗ്രന്ഥങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൽ തന്നെ നല്ലവണ്ണം അറിയാം. 10ാമത്തെ യാഗം നടത്തുവാൻ 10ാമത്തെ മഹാപുരോഹിതനായി യേശു ഈ ഭൂമിയിൽ വരും എങ്കിൽ മാത്രമേ തൊട്ടു മുൻപായി ദേവാലയം പണിയപ്പെടുകയുള്ളൂ എന്ന് അവരും വിശ്വസിക്കുമ്പോൾ നമ്മളും അത് വിശ്വസിക്കണം. എന്നാൽ അതിനു മുൻപ് നാം എടുക്കപ്പെടും. പ്രിയരെ, ഇതൊക്കെ ഇവിടെ സംഭവിച്ചാൽ നമുക്കെന്താണ്? നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിൽ ചേരുവാൻ രൂപാന്തരം പ്രാപിക്കണം. വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട്, പാപത്തോട് പോരാടി പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നുകൊണ്ട് നല്ലൊരു ക്രിസ്തീയ ജീവിതം കാഴ്ചവെച്ച് നമ്മുടെ കർത്താവിനോട് ചേരുവാൻ നമുക്ക് തയ്യാറെടുക്കാം. വിശുദ്ധ ജീവിതം നമ്മുടെ പ്രായോഗിക രംഗങ്ങളിൽ രൂഢമൂലമാകട്ടെ. അതിനുള്ള കൃപ നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചെറിയ എൻ്റെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ്. ഹല്ലേലൂയ.